എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്. എനിക്കൊരു ചെറിയ ആവതുണ്ട്. നടക്കുമ്പോഴൊക്കെ ഞാൻ മറിഞ്ഞ് റോഡൊന്നോ വീടൊന്നോ ഇല്ലാതെ പോവുകയാണ്. എല്ലാവർക്കും വേണ്ടി ഞാൻ ജീവിച്ച് എനിക്ക് ജീവിക്കാൻ ഞാൻ മറന്നുപോയി. ഒരു വീടില്ലാത്തതിൻ്റെ സ്വന്തമായി വീട് വാങ്ങിക്കാൻ എനിക്ക് കഴിയും. ഒരു കാരണം കണ്ണിൻ്റെ കാഴ്ച മങ്ങി. വീട് നമ്മൾ എല്ലാവർക്കുമുള്ള ഒരു സ്വപ്നമാണ്. വീട് ഇല്ലെങ്കിൽ നമ്മൾ ആരായാലും വാർദ്ധക്യമൊക്കെ വരുമ്പോൾ, വരുമാനമൊക്കെ നിലയ്ക്കുമ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഒരു സ്ത്രീയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പേര് ഷീല എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് ഷീലയുടെ കഥ പല പത്രങ്ങളിലും വായിച്ചിട്ടുണ്ടാകും. ശരീരമാകമാനം രോഗങ്ങളാണ്. എല്ലുകൾക്ക് ബലക്ഷയമുണ്ട്. കണ്ണിന് കാഴ്ച നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. കല്യാണം കഴിച്ചിട്ടില്ല. 6 സഹോദരിമാരും ഒരു സഹോദരനുമാണുള്ളത്. സഹോദരൻ അവിവാഹിതനാണ്. അദ്ദേഹത്തിനും 57 വയസ്സിലധികം പ്രായമായി. ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ടാണ് സഹോദരിയെ നോക്കുന്നത്. രണ്ടുപേർക്കും സഹോദരങ്ങളുണ്ടെങ്കിലും അവരാരും അത്ര കാര്യമായി ഇവരെ പരിഗണിക്കാറില്ല. ഇവർ എവിടെ അന്തി ഉറങ്ങും, എവിടെ ഒന്ന് തലചായ്ക്കും എന്ന ആശങ്കയാണ് ഞങ്ങളോട് പങ്കുവച്ചത്. ഞങ്ങളത് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നു. ഷീല എന്നാണ് ഈ ചേച്ചിയുടെ പേര്. ഷീല ചേച്ചി, എന്തൊക്കെയാണ് ദുരിതങ്ങൾ? എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്. ഒരു ഡോക്ടറെ പോയി കാണാനോ ഒന്നിനും എനിക്ക് കഴിയുന്നില്ല. കാരണം സാമ്പത്തികപരമായി വളരെ പിന്നോട്ടാണ്. ഓരോ ദിവസം തള്ളി നീക്കുന്നത് എനിക്ക് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. ശരീരം തല മുതൽ പാദം വരെ വേദനയാണ്. 2 മുട്ടിനും കുഴപ്പമാണ്. അർജൻറ്റായിട്ട് വലത്തേ മുട്ടിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് അതിനും കഴിയില്ല. കണ്ണിൻ്റെ കാഴ്ച ഇപ്പോൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ നരമ്പുകൾക്കെല്ലാം പ്രശ്നമാണ്. അതിനെക്കൊണ്ട് 3 ഇഞ്ചക്ഷൻ എടുക്കണം. അതെടുക്കാനുള്ള സാമ്പത്തികമൊന്നും എനിക്കില്ല. എൻ്റെ സഹോദരൻ ഒരു ലോട്ടറി തട്ട് തിരുവത്ത് വെച്ച്, അതുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. എല്ലാത്തിലും ഉപരി ഇപ്പം ഞാനും എൻ്റെ സഹോദരനും പെരുവഴിയിലാണ്. കാരണം ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ അഡ്വാൻസ് കൊടുക്കാൻ കാശില്ല. അത് വളരെ ഒരു പ്രയാസമാണ്. ഇപ്പോൾ എനിക്കൊരു ചെറിയ ആവതുണ്ട്. നടക്കുമ്പോഴൊക്കെ ഞാൻ മറിഞ്ഞ് റോഡൊന്നോ വീടൊന്നോ ഇല്ലാതെ പോവുകയാണ്. പക്ഷേ ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ ഞാൻ പുഴുവരിച്ച് പോവും. എനിക്കൊരാശ്രയവും ഇല്ല. കല്യാണം കഴിച്ചിട്ടില്ല, ഭർത്താവില്ല, മക്കളില്ല, ആരുമില്ല. ഇന്ന് ഞാൻ മരിച്ചു പോയാൽ തന്നെ ഒരു അകലെ നിന്നൊരു പൂ എറിയാം, പൂവിൻ്റെ ശരീരത്തിലിടാൻ പോലും എനിക്കാരുമില്ല. എല്ലാം വേദനകളാണ്. എല്ലാവർക്കും വേണ്ടി ഞാൻ ജീവിച്ച് എനിക്ക് ജീവിക്കാൻ ഞാൻ മറന്നുപോയി. അതിലൊന്നും എനിക്കൊരു വിഷമവും എനിക്കില്ല. പക്ഷേ എൻ്റെ സങ്കടം ഒരു വീടില്ലാത്തതിൻ്റെ സ്വന്തമായി വീട് വാങ്ങിക്കാൻ എനിക്ക് കഴിയും. ഒരു വീടിന് അഡ്വാൻസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലാണ്. എൻ്റെ അസുഖങ്ങൾ എന്നെ ശരിയായ വഴിയിൽ കൂടെ നടത്തിക്കുന്നില്ല. കാരണം കണ്ണിൻ്റെ കാഴ്ച മങ്ങി അങ്ങനെ വീഴുന്നുണ്ട്. കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ട മടങ്ങി അങ്ങനെ വീഴുന്നുണ്ട്. എല്ലാം എനിക്ക് എല്ലാം കുഴപ്പമാണ്. 59 വയസ്സ് കഴിഞ്ഞു. ഇനി ജീവിക്കണമെന്നൊരാഗ്രഹവും ഇല്ല. ഭൂമിക്ക് ഭാരമായിട്ട് ഇനി ഞാൻ വേണ്ട എന്ന് ഞാൻ കുറേ കാലം കൊണ്ടേ തീരുമാനിച്ചത്. പക്ഷെ ഇങ്ങനെ പോകണം. ഇതാണ് ഷീല ചേച്ചിയുടെ ഇന്നത്തെ അവസ്ഥ. ആയകാലത്ത് എല്ലാവരെയും സഹായിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും. അതായത് സഹോദരങ്ങളുടെ മക്കളെ നോക്കാനും സഹോദരങ്ങളുടെ വീട് പരിപാലിക്കാനുമൊക്കെ ഷീല ചേച്ചി ഓടി നടന്നു. അമ്മയുടെ മരണശേഷമാണ് ഇവരുടെ കല്യാണമൊന്നും കഴിയാതെ പോയത്. അല്ലെങ്കിൽ അച്ഛൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. കൊല്ലത്ത് മാടനടയിൽ വീടും സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്ന, ആഢ്യത്വത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഷീല എന്നുകൂടി നിങ്ങൾ ഓർക്കണം. പക്ഷേ ഈ പ്രായമാകുമ്പോഴേക്കും ആരും സഹായിക്കാനില്ല, ആരും
നോക്കാനില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ഓഫീസിൽ സഹായം അഭ്യർത്ഥിച്ച് ഷീലയും അവരുടെ സഹോദരൻ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ചേട്ടനും കൂടി എത്തിയത്. പക്ഷേ അദ്ദേഹം ഇന്ന് ലോട്ടറി കച്ചവടം നിർത്തിവെച്ചിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ഇന്നത്തെ വരുമാനവും നഷ്ടമാകുന്നു. കരിക്കോട് സ്വദേശികൾക്കൊക്കെ അദ്ദേഹത്തെ പരിചയം കാണും. അവർക്ക് ആവശ്യം കരിക്കോടോ കൊല്ലത്ത് എവിടെയെങ്കിലും ഒരു കുഞ്ഞു വീട് വാടകയ്ക്ക് എടുക്കണം, അതിനെന്തെങ്കിലും സഹായം അഡ്വാൻസ് കൊടുക്കാനുള്ള തുച്ഛമായ തുകയെങ്കിലും ആരെങ്കിലുമൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ കയറിക്കിടക്കാൻ ഒരിടമാകും. ബാക്കി ലോട്ടറി വിറ്റിട്ടെങ്കിലും സഹോദരിയെ നോക്കുന്നുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. സുമനസ്സുകളും നന്മ മരങ്ങളും നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചിലപ്പോൾ ഇവരാരും അറിയപ്പെടാതെ ഇങ്ങനെ കണ്ണീർ കയത്തിൽ മുങ്ങിയ ധാരാളം ജീവിതങ്ങളും നമുക്കിടയിലുണ്ട്. അവരെയും പിടിച്ച് കൈ നടത്താൻ, പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഉറച്ച വിശ്വാസം വിസ്മയ ന്യൂസ് ടീമിനുണ്ട്. ഈ ഷീല ചേച്ചിയുടെ കഥയും ഷീല ചേച്ചിയുടെ സങ്കടങ്ങളും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. നിങ്ങളുടെ ഹൃദയവിശാലത പോലെ ഈ പ്രിയപ്പെട്ട ചേച്ചിയെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ക്യാമറാമാൻ അനീഷിനൊപ്പം BS ജോയ്, വിസ്മയ ന്യൂസ്, വർക്കല.